നമ്മൾ ഇതുവരെ പ്രിയവാറോടെ കമ്മിറ്റ് ചെയ്തിട്ടല്ലേ ഇവിടെ ഇതുവരെ ഇത്രയും എയർപോർട്ടിൽ നമ്മൾ ഇത്ര നാളായിട്ടല്ല ആദ്യമായിട്ടാണ് ഒരു വാറ എയർപോർട്ടിൽ ഇവിടെ 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 നടക്കണേ. നമുക്ക് എവിടെ അടി മേടിക്കണോ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. ഏത് സൈഡിൽ നിന്ന് അടി മേടിക്കണോ കൃത്യമായിട്ട് ചെയ്തോ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കൃത്യമായിട്ട് മേടിച്ചു. ഇതാണോ ഗോഡീസ് ലൈവ്? ബ്രോ നമ്മളിവിടെ ചെയ്യുന്നത് നമുക്കറിയാം ബ്രോ. ഇവരുടെ ഗാങ്ങുകൾക്ക് ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്താ? ഇവിടെ കളിക്കുന്ന ഗാങ്ങുകൾക്ക് ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യം? ചെയ്യുന്നത് മനസ്സിലായോ? നോട്ടീസ് അടിച്ചിട്ട് ചെയ്യണോ ബ്രോ? ഇവിടെ ഗാങ്ങുകൾക്ക് കറന്റ് അതിൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വ്യൂവേഴ്സിന് പറയേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാ കാര്യങ്ങളും നിങ്ങളോട് വന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ബ്രോ. ഡോക്ടർ അറിയാത്ത കാര്യം ജർമ്മൻ കണ്ണാപ്പിന്നാണോ? ചോദിച്ചു വരുന്ന ആളെ ടിവിയുടെ സൈഡിൽ നിന്നും ടോക്കിയുടെ സൈഡിൽ നിന്നും അടിക്കുന്നുണ്ട്. ടി വി ടോക്കിയോ ഇറങ്ങി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ടോക്കിയോ കുത്താറുള്ള ലൊക്കേഷനിൽ ടി വി കുത്തിയിട്ടുണ്ട്. സൺ നിക്കോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. നീലനെ പിന്നെ അതുപോലെ ലെമിയോണൊരു പിക്ക് എടുത്തിട്ടുണ്ട്. അടുത്തൊരു പിക്ക്, ആശാനൊരു പിക്ക്, ഡാൻഡയുടെ രണ്ടാമത്തെ പിക്ക്, മെസ്ബോയ് ഗോകുലി ഓക്കെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഡാൻഡയുടെ മൂന്നാമത്തെ പിക്ക്, ടോക്കി ഡാൻഡെ 3 പിക്ക്, അടുത്തൊരു പിക്ക്, ഡാൻഡെ ഡൗൺ ആയിട്ട് മെക്സങ് ഒരു പിക്ക് എടുത്തിരുന്നു. ടോക്കിയോ മെക്സങ് മൊബിനെ ഡൗൺ ആക്കി എടുത്തിരിക്കുന്നു. യൊറീച്ചിനെ ഡൗൺ ആക്കി മെക്സങ്ങിന് 2 മെക്സങ്ങോടെ കിണ്ടിയുടെ ഓക്കെ ജൂഡിന്റെ ഒരു പിക്ക്, അടുത്തൊരു പിക്ക്, ആഷ്റൂട്ടിന്റെ 15 സെക്കൻഡാ കണ്ടികളെ, 15 സെക്കൻഡാ നിന്റെയൊക്കെ 1-0 ലെഗസി. നീയൊക്കെ നമ്മളൊന്ന് ഇതായിരുന്ന സമയത്ത് നീയൊക്കെ വന്ന് അടിച്ചെന്ന് പറഞ്ഞ് നീ 1 വർഷമായിട്ട് നീ താഴവും പറഞ്ഞു നടക്കുക തല്ലുകൊള്ളികളെ. കാരണം ഇത്രേ ഉള്ളൂ നീയൊക്കെ ഇപ്പൊ ടിവിയേക്ക് നീയൊക്കെ ഇത്രേ ഉള്ളൂ. 10 സെക്കൻഡ് മതി നിന്നെയൊക്കെ അടിക്കാൻ ഇപ്പം. മനസ്സിലായ? ഇനി കോണ പറഞ്ഞ് സിറ്റി വരരുത് തല്ലുകൊള്ളികളെ. മനസ്സിലായ? സിറ്റുവേഷൻ എടുക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം സിറ്റുവേഷൻ എടുക്കുക. ഇപ്പൊ ഇത്ര മതി നിന്നെയൊക്കെ, 10 സെക്കൻഡ് മതി നിന്നെയൊക്കെ അടിക്കാൻ. ഇപ്പൊ 1-0 അത് പറയാൻ പറ്റത്തില്ലല്ലോ, വിട്ടുപോയല്ലോര്. നീയൊക്കെ എങ്ങനെ പറയണോ 1-0? നമ്മളൊരു ശോകം സമയത്ത് നിന്ന് ടിവിയിൽ ഇൻ ബിറ്റ്വീൻ പ്രശ്നങ്ങൾ ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് നടന്ന ഒരു വാർ വെച്ചിട്ട് ഇവന്മാര് ഓസ്ട്രീമിലും എന്തൊരു അഹങ്കാരം എന്തൊരു പറച്ചിലായിരുന്നു അറിയാം ഇവന്മാർക്ക്. എടാ നീയൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടോടാ ടി വി? എങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ അടിക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റിയിട്ടുണ്ടോ? എന്റെ കണ്ണിന്റെ ഡ്യൂറബിലിറ്റി തന്നെ എന്താളി അവനെ തല്ലിക്കൊന്ന അതിന്റെ ഡ്യൂറബിലിറ്റി നോക്കില്ലായിരുന്നല്ലേ? ഇല്ലണ്ണ ചുമ്മാ വെടിവെച്ച് തീർന്നതാ. റീലോടാവില്ലേ തീർന്നെണ്ണ. ഞാൻ വിചാരിച്ചു പി എൽ അടിച്ചത്. കണ്ണിന്റെ ഡ്യൂറബിലിറ്റി തീർന്ന് കണ്ണിന്റെ തല്ലിക്കൊല്ലാന്ന്. പബ്ജി ആണെങ്കിൽ കണ്ടെങ്കിൽ എടുക്കായിരുന്നു പോയിട്ട് കണ്ടെങ്കിൽ എടുക്കായിരുന്നല്ലേ? അടി അമ്മാരങ്ങ് ഓട്ടിച്ചിട്ട് തല്ലി കേട്ടോ പുണ്ടച്ചൊക്കെ. വർത്താനന്മാരുടെ അയ്യോ എടാ ഇവന്മാർക്ക് ഇവർ ഇത്രയും നാളെ സിറ്റുവേഷൻ എടുക്കാൻ എന്താണെന്ന് അറിയാവോ? ഇവന്മാർക്ക് ഇങ്ങനെ അടി കിട്ടുമെന്ന് ഇവന്മാർക്ക് അറിയായിരുന്നു. മനസ്സിലായോ? ഇവന്മാർക്ക് ഇവിടുത്തെ ഞാൻ പറയട്ടെ, ഇവന്മാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ടയർ 3 മനസ്സിലായോ? ഇവിടുത്തെ ഒരു ടയർ 3 ഗ്യാങ് ആണ് ടോക്കിയോ. മനസ്സിലാക്കേണ്ട സമയമായി ബ്രോ. ടയർ 3 ഗ്യാങ് ആണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് അപ്പോൾ ടയർ 3യിലുള്ള ഏതെങ്കിലും വേറെ ഗ്യാങ്സിന് എടുത്ത്
കൊണയടിച്ച് ഇങ്ങനെ സർവൈവ് ആയി പോവാന്ന് നിനക്കൊക്കെ ഇല്ല പറ്റത്തുള്ളൂ. ടയർ 3 ഇപ്പൊ വേറെ ഗ്യാങ് ഒന്നും ഇല്ല അണ്ണാ ടോക്കി മാത്രമേ ഉള്ളൂ ആ ഒരു ടയർ ടോക്കി മാത്രമേ ഉള്ളൂ. തീജിയൊക്കെ അറ്റ്ലീസ്റ്റ് കൊണയായിട്ട് പൊമാര് വന്ന് ഫൈറ്റ് എടുക്കും. എത്ര ഇത് കിട്ടാലും മനസ്സിലായി. ആർക്കായി പിക്കൊക്കെ കിട്ടി തോക്കൊന്ന് ഉറപ്പുണ്ടെങ്കിൽ അവന്മാര് fight എടുക്കും അണ്ണാ. എനക്കൊരു പിക്ക് കിട്ടി. എനിക്ക് 4 ജൂഡിന് 4 വെക്കുന്നുണ്ട്. ജൂഡിന് 4 വെക്കുന്നുണ്ട്. സെക്കൻഡ് മെസ്ബോയ്ക്ക് ഫസ്റ്റ് പിക്ക്. മെസ്ബോയുടെ ഫസ്റ്റ് പിക്ക്. വണ്ടി കുത്തി ഞാൻ വേണോട്ട് കേറി തള്ളിയത് അത്രോളം ഡബിള് കുത്ത് കുത്തിക്കിണ്ടി കിണ്ടി ഡബ്ല്യൂ കുത്തിയിട്ടാ കിണ്ടി കളിച്ചു വിട്ട് കളിച്ചു നല്ല വരെയായിരുന്നു. അയ്യോ ഞാൻ നോക്കിയപ്പോഴേ ഞാനൊക്കെ ഓട്ടിച്ചിട്ട് ഇടിക്കുന്നത് ഒരുത്തനെ അവനും കൊടുത്ത് സൈക്കിൾ കൊടുത്തു ഞാൻ ഹെഡ് ഞാൻ കാണിച്ചു പറഞ്ഞത് കാണിച്ച് എടാ കാണിച്ച് പെട്ടെന്ന് PO കാണിച്ച് എനിക്ക് സിറ്റിയിൽ വരെ ഒന്ന് കയറണം. ഞാൻ ഒരാളുടെ PO ബാക്കി ആരുടെ PO എല്ലാം നിങ്ങളൊന്ന് കാണിക്കാം. എനിക്ക് ജസ്റ്റ് സിറ്റി കയറണം. നീലന്റെ ഗൈസ് PO കാണുന്നവരെല്ലാം നീലന്റെ അകത്തോടെ ഒന്ന് പോണേ. നീലൻ ലൈവ് ഉണ്ട്. നീലുണ്ട് സ്നൈപ്പ് സ്നൈപ്പ് ലൈവ് ഇല്ലേ? ഇല്ല ഞാനില്ല. ആ കാണിക്കട്ടാ അയ്യോ ഹലോ ടൂറ് വിളിച്ച് തീർന്നു. ഞാൻ ഊമ്പിടിയ മൈരി കിടിലം പിക്കാനാണ് നിന്റെ ആദ്യത്തെ പിക്ക്. നിങ്ങളുടെ കുത്ത് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു കേട്ടോ. ഭയങ്കര കിടിലം ടൈമിംഗ് ആയിരുന്നു. ഇല്ല ഇവ സ്വന്തം ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്ത് മറ്റേ വണ്ടി കൊള്ളാട്ടാ കിടിലം വണ്ടി പറയാൻ. ഇവര് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ നമുക്ക് എവിടെ തല്ല് കൊള്ളണം എന്നുള്ള കാര്യം. നമ്മളെ എയർപോർട്ടിൽ അടി പഠിക്കാൻ പാടുള്ളൂ. ഞാൻ ഇപ്പുറത്തേക്ക് അടി നോക്കിയാ അതൊക്കെ ഒരു പാട അപ്പുറത്ത് ഞാൻ തിരിച്ചാടി ഓ നൈസറാ. രണ്ടൊക്കെ ഉള്ളു. ഞാൻ ചൂടടിക്ക് 2 ഹെഡ് കൊടുക്കുന്നുണ്ട് പേടിക്കണ്ട. ഇവന്മാരുടെ കൂട്ടത്തിൽ ആരോ ഒരുത്തൻ നിന്ന് 3-4 പേരെ അടിച്ചു കേട്ടോ. നമ്മുടെ ഏതോ ഒരുത്തൻ നന്നായിട്ട് കളിച്ചു. കളിക്കാൻ പറ്റുമോ? ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ട് കളിക്കാൻ പറ്റൂല കേട്ടോ. ഭയങ്കര പാട്. അത് പോയി എല്ലാ ഗാങ്സും സംസാരിക്കണോടാ. ഒരാൾ പോലും സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ സ്നൈപ്പർ ലെക്ചർ ഞാൻ വിട്ടു കേട്ടോ. ഞാൻ വിട്ട് അടക്കേണ്ടെന്ന് വെച്ചു. വില്ലുമോനപ്പൊ എനിക്ക് 2 ഡിഗ്രി വില്ലുമോനൊക്കെ തന്നായിരുന്നു കണ്ട. വെൽ പ്ലേഡ് നന്നായിട്ട് കളിച്ചു. എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ച് കിടലോട്ട് കളിച്ച്. എടാ PO നിങ്ങളോട് കാണിച്ചോട്ടെ. ഞാൻ സിറ്റിക്കകത്ത് ജസ്റ്റ് ഒന്ന് പോയിട്ട് ഡാൻഡേ അല്ല അവനാ ഡാൻഡേ ആണ് പിക്ക് എടുത്തത്. 3 പേരെ എന്തോ എടുത്തവൻ നന്നായിട്ട് കളിച്ചു. പ്രീവാറിന്റെ വാറിന്റെ പേര് പറഞ്ഞു. പ്രീവാറിന്റെ പേരല്ലോ പറഞ്ഞു. അപ്പോഴും ഡെക്കുവിനെ കൊണ്ടൊരു ഗുണവുമില്ല വാറ് പഠിക്കാൻ. ഈ ഡെക്ക് SRR ഉണ്ടായിരുന്നാണോ? പേര് മോഡിഫൈ ചെയ്തണ്ണ ശശി ലെമി. അവനാണ് വലിയ പ്രശ്നം. FRP എല്ലാം വരച്ചോണ്ടിരിക്കുന്ന വലിയ പ്രശ്നമുള്ളത് ആണല്ലേ? ഓക്കെ എടാ ഞാൻ ഒന്ന് സിറ്റിയിലോട്ട് കേറിട്ട് വരാവേ. കണ്ണാപ്പി സിറ്റിയിൽ വാടാ.